പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞു. കർഷകർ ലക്ഷങ്ങളുടെ കടബാധ്യതയിൽ. വിളവെടുപ്പ് ആരംഭത്തിൽ 60 രൂപ വരെ വില ലഭിച്ചിരുന്ന പൈനാപ്പിളിന് 20 രൂപ പോലും ലഭിക്കുന്നില്ല. പൈനാപ്പിൾ വിളവെടുത്ത് വഴിയോരത്തിട്ട വിൽപ്പന നടത്തി കർഷകർ. മുതൽ മുടക്കിന്റെ 1/4 പോലും ലഭിക്കില്ലെന്ന് കർഷകർ. പൈനാപ്പിളിന് താങ്ങുവില നിശ്ചയിക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഈ മാസം ആദ്യം വിളവെടുപ്പ് ആരംഭിക്കുമ്പോൾ കിലോഗ്രാമിന് 60 രൂപ വരെ കർഷകന് വില ലഭിച്ചതാണ്. എന്നാൽ കാലവർഷം ആരംഭിച്ച് മഴ കനത്തതോടെ പൈനാപ്പിൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി. ഇതോടെ വിലയും കുത്തനെ ഇടിഞ്ഞു. നിലവിൽ 20 രൂപ പോലും പൈനാപ്പിളിന് ലഭിക്കുന്നില്ല. വിളവെടുക്കുന്ന പൈനാപ്പിളുകൾ വാങ്ങുവാനും ആളില്ലാതെ വന്നതോടെ കർഷകർ തന്നെ വിളവെടുത്ത് വഴിയോരത്തിട്ട് കിട്ടുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ്. വിത്ത് വെച്ചത് മുതൽ വിളവെടുപ്പ് വരെ കണക്കുകൂട്ടിയാൽ പൈനാപ്പിൾ ഒന്നിന് 30 രൂപ വരെ ചിലവ് വരും. എന്നാൽ നിലവിൽ വിളവെടുത്തു വിറ്റാൽ മുടക്കുമുതലിന്റെ പകുതി പോലും ലഭിക്കാത്ത സാഹചര്യം. ഈ സമയത്ത് പൈനാപ്പിൾ കർഷകരെ സഹായിക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും പൈനാപ്പിളിന് തറവില നിശ്ചയിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ഒരു രക്ഷയില്ല. അതിന്റെ വഴിയോരത്ത് കൊണ്ടുപോയി വെക്കുക 10 രൂപയ്ക്ക്. ഒരു വിലയില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആകപ്പാടെ ദയനീയം. വളത്തിനും മറ്റു ഇതര സാധനങ്ങൾക്കും ഭയങ്കര വില. എന്ത് ചെയ്യാൻ കഴിയും? കർഷകന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതിനൊക്കെ ഈ പൈനാപ്പിൾ കൃഷിക്ക് ഒരു താങ്ങുവിലെങ്കിലും വേണമെന്നാണ് ഞങ്ങൾ കർഷകരുടെയൊക്കെ ആവശ്യം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിയിൽ ഒരു കർഷകൻ മാത്രം കൃഷി ഇറക്കിയത് 12 ഏക്കറാണ്. 20 ലക്ഷത്തോളം ചിലവഴിച്ചാണ് കൃഷി ഇറക്കിയത്. ബാങ്ക് വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് കൃഷി ചെയ്തത്. എന്നാൽ വിലയിടിവുണ്ടായതോടെ ലക്ഷങ്ങളുടെ ബാധ്യതയിലേക്കാണ് കർഷകർ കൂപ്പുകുത്തിയത്. ഇനി കൃഷി തുടരണമെങ്കിലും കടബാധ്യതയിൽ നിന്ന് കരകയറണമെങ്കിലും സർക്കാർ സഹായം ഉണ്ടായേ തീരുവെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.